അതെ, ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് എന്നതാണ്. കൊരട്ടിയിലും ചാലക്കുടിയിലും മണിക്കൂറുകളായി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ഒരാഴ്ചയ്ക്കകം ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്, പക്ഷേ അതിന് ഇനിയും നടപടിയൊന്നും ആവുന്നില്ലേ? എന്താണ് ഈ ഗതാഗത കുരുക്ക് ഇത്രയധികം ഇന്ന് രൂപപ്പെട്ടത്? വിശദവിവരങ്ങൾ എന്തൊക്കെ ലിഷോയ്? പാലിയക്കര ടോൾ പ്ലാസ അധികൃതരോട് ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതിന് ശമനമുണ്ടാക്കാതെ ഇനി ടോൾ പിരിവ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട അതായത് ഈ ടോൾ പിരിവ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ടോൾ പ്ലാസ അധികൃതരോട് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഒരാഴ്ചയ്ക്കകം ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിരുന്ന നിർദ്ദേശം. അതേസമയം തന്നെ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. മേൽപ്പാലം പണികൾ പുരോഗമിക്കുന്നതിനാൽ തന്നെ വിവിധ ഇടങ്ങളിൽ വലിയ ഗതാഗത കുരുക്കാണ്. പ്രധാനമായും ആമ്പല്ലൂരും അതുപോലെ തന്നെ പുതുക്കാടും കൂടാതെ അതിനുശേഷം പേരാമ്പ്രയിലും മുരിങ്ങൂരും ചിറങ്ങരയിലും എല്ലാം തന്നെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈയൊരു കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചപ്പോൾ ഗതാഗത കുരുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടോൾ പ്ലാസ അധികൃതർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് എത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളത്. വലിയ ഗതാഗത കുരുക്കാണ്. 2 മണിക്കൂറോളമൊക്കെ തന്നെ വൈകിയാണ് വാഹനങ്ങൾ മുന്നോട്ട് പോകാനായി കഴിയുന്നത് എന്നുള്ളതാണ് ആ ഗതാഗത കുരുക്കിൽപ്പെട്ടവർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ടോൾ പ്ലാസ ഈ അധികൃതരുമായി ഈ വാഹനം യാത്രികരൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും വലിയ ഗതാഗത കുരുക്കാണ് ചാലക്കുടി മുരിങ്ങൂർ മേഖലയിലെല്ലാം തന്നെ ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഗതാഗത കുരുക്ക്, അതായത് മുരിങ്ങൂർ ഭാഗത്താണ് ഏറ്റവും അധികം, അതിനുശേഷം ആമ്പല്ലൂർ ഭാഗത്തും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ലിഷോയ്, ഹൈക്കോടതി ഇടപെടൽ ഒരു തവണ നടത്തിയിരുന്നു. ഇനിയും കോടതി ഇടപെട്ട ഇക്കാര്യങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലിഷോയാണ് വിശദവിവരങ്ങൾ നൽകിയത്.